എക്സാം കാപ്സ്യൂൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന 10ാം തരം വരെയുള്ള പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അബിൻ ഒള്ളൂർ. 2024 10ാം തരം വരെയുള്ള പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും 10 മാർക്കിനാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ LDC പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും PSC ചോദിച്ച ചോദ്യങ്ങളിൽ 90% ഉത്തരത്തിലേക്ക് എത്താവുന്ന ചോദ്യങ്ങൾ ആയിരുന്നു. പ്രധാനമായും 2023-24 വർഷങ്ങളിലെ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടം നടക്കുന്നത് 2024 ഡിസംബർ 28-നാണ്. അതുകൊണ്ട് തന്നെ നവംബർ പകുതി വരെയുള്ള ആനുകാലിക സംഭവങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്. സിലബസ് അനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് പഠിക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ് ആദിത്യ L1, ചന്ദ്രയാൻ എന്നീ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. കൂടാതെ ഗഗൻയാൻ, ആർട്ടമിസ് പോലുള്ള പദ്ധതികളും നോക്കേണ്ടതുണ്ട്. കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് 2024 നൊബേൽ പുരസ്കാരം, ഓസ്കർ അവാർഡ്, 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഭാരതരത്നം, സരസ്വതി സമ്മാൻ, JCB സാഹിത്യ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങിയ മേഖലകളും 2024 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, JC ഡാനിയൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ അടങ്ങുന്ന കേരള പുരസ്കാരങ്ങൾ എന്നിവ സ്ഥിരമായി ചോദ്യങ്ങൾ കണ്ടുവരുന്ന മേഖലകളാണ്. കഴിഞ്ഞ LDC LGS പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന മേഖലകളാണ് ക്യാബിനറ്റ് മന്ത്രിമാർ, കേരള മന്ത്രിസഭ എന്നിവ. അതേപോലെ പ്രാധാന്യമർഹിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വനിതാ കമ്മീഷൻ അടക്കമുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട കമ്മീഷനുകളും അവയുടെ അധ്യക്ഷന്മാരെയും പറ്റി നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്. അതേപോലെ 2024-25 കേന്ദ്ര ബജറ്റ്, കേരള ബജറ്റ്, G20 ഉച്ചകോടി എന്നിവ പ്രത്യേകമായും നോക്കേണ്ടതാണ്. കായിക മേഖലയുമായി ബന്ധപ്പെട്ട് 2024 പാരീസ് ഒളിമ്പിക്സ്, ICC മെൻസ് ആൻഡ് വുമൻസ് വേൾഡ് കപ്പ്, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ഓപ്പൺ, US ഓപ്പൺ പോലുള്ള ടെന്നീസ് മാച്ചുകൾ, ഇറാനി കപ്പ്, രഞ്ജി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, സന്തോഷ് ട്രോഫി പോലുള്ള കപ്പുകൾ അടക്കം കായിക വേദികളും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ LGS ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൽ 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം, 2024 ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ, കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തു എന്നിങ്ങനെ ഒരേ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇവയൊന്നും കൂടാതെ ഒരേ എക്സാമിൽ PSC ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ് കേരള സർക്കാർ പദ്ധതികൾ. ഹരിത കേരളം പദ്ധതി, ലൈഫ് മിഷൻ, ആർദ്ര കേരളം പദ്ധതി എന്നിവ പ്രാധാന്യമർഹിക്കുന്നു. കേരള സർക്കാർ പ്രഖ്യാപിക്കുന്ന മറ്റു പദ്ധതികളും പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പദ്ധതികളും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും കുറച്ച് സമയം കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ 10 മാർക്കും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കേരള PSC നടത്തുന്ന 10th ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അബിൻ ഒള്ളൂർ. നാളെ 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഭൂമിശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.